ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം പാതാലയേശമനിശം ഹൃദി ഭാവയാമി. കഥാമയിം ഭാഗവതാഭിധാനാം ഹരേ തനുന്ദേ ചരിതൈസ്ത്വദീയൈഃ യഥാമതി ത്വൽപരിതോഷകാമസ്തൗമി പ്രസീദാച്യുത മാരുതേശ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അഴകുന്നം ഗുരുവരൻ വാസുദേവദ്വിജോത്തമൻ വാതാലയേശ സംസർഗൻ വാതാലയേശ സൽഭക്തൻ വരൂ വിശ്വൈക വിശ്രുതൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കപിലസ്തത്വസംഖ്യാതാ ഭഗവാൻ ആത്മമായയാ ജാതഃ സ്വയമജ സാക്ഷാൽ ആത്മപ്രജ്ഞപ്തയേ നൃണാം. നഹ്യസ്യ വർഷ്മണ പുംസാം വരിംണ സർവയോഗിനാം വിശ്രുതൗ ശ്രുതദേവസ്യ ഭൂരി തൃപ്യന്തി മേ സവ. യദ്വിധത്തെ ഭഗവാൻ സ്വച്ഛന്ദാത്മാ ആത്മമായയാ താനി മേ ശ്രദ്ധധാനസ്യ കീർത്തന്യാന്യനുകീർത്തയ. സൂത ഉവാച. ദ്വൈപായനസഖസ്ത്വേവം മൈത്രേയോ ഭഗവാൻ തഥാ പ്രാഹേദം വിദുരം പ്രീത ആന്വീക്ഷിക്യാം പ്രചോദിത. ശ്രീകൃഷ്ണായ നമഃ. കപിലവാസുദേവൻ്റെ അവതാരകഥ മൈത്രേയൻ വിദുരന് വർണ്ണിച്ചു കൊടുത്തതുപോലെ വിദുരൻ്റെ കുടുംബത്തിലെ പാണ്ഡവന്മാരുടെ കുടുംബത്തിലെ പരീക്ഷത്തിന് ശ്രീശുകൻ പറഞ്ഞു കൊടുത്തതായിട്ട് നമുക്ക് ഇവിടെ കാണാം. സൂതശൗനക സംവാദ രൂപത്തിൽ ആരംഭിച്ച ഭാഗവതം വിദുരമൈത്രേയ സംവാദ രൂപത്തിലായപ്പോഴാണ് ഇവിടെ കഥകളുടെ, ഇന്ന് രാവിലെ പറഞ്ഞു കേട്ടുല്ലോ, വൈപുല്യം, വിസ്താരം നമുക്ക് കാണാൻ സാധിച്ചത്. സർഗം വിസർഗം സ്ഥാനം പോഷണം മൂലി മന്വന്തരം ഈശാനുകഥ നിരോധം മുക്തി ആശ്രയം എന്നിങ്ങനെയുള്ള 10 ലക്ഷണങ്ങളോടെയുള്ള ഭാഗവതത്തിൻ്റെ പൂർണ്ണസ്വരൂപത്തെ തൃതീയം മുതൽക്കാണ് കാണാൻ സാധിക്കുക. നമ്മൾ ഇന്നലെ ഇന്നും ആയിട്ട് എവിടെ നോക്കിയാലും ശ്രീരാമജയം 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 ശ്രീരാമജയം, ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ. അതെവിടം വരെ എത്തി? പലരുടെയും വാട്സപ്പിലൊക്കെ കാണാം. ജടായുപ്പാറ എന്നൊരു സ്ഥലമുണ്ട്. ആ ജടായുപ്പാറയിൽ ഹനുമാൻ്റെ വിഗ്രഹമുണ്ട്. അതിൻ്റെ 4 പാടും ഇന്നലെ മുഴുവനും ആ കാട്ടിലുള്ള എല്ലാ കുരങ്ങന്മാരും വന്നിങ്ങനെ നിൽക്കുക. എന്തിനാ നിൽക്കണതെന്ന് അവർക്കറിയില്ല. പക്ഷേ ഹനുമാൻ്റെ അടുത്ത് ഹനുമാൻ്റെ പ്രതിമ ജടായുപ്പാറയിലുണ്ട്. അതിൻ്റെ അടുത്ത് സകല കുരങ്ങന്മാരും വന്നിങ്ങനെ നിൽക്കുക അത്രേ കുറേ നേരം. നമ്മൾ ആ മുഹൂർത്തത്തിന് ശ്രീരാമൻ്റെ സ്വരൂപത്തെ വന്ദിക്കുകയാണ്, അയോധ്യയിലെ പ്രതിഷ്ഠിച്ച സ്വരൂപത്തെ വന്ദിക്കുകയാണ് എന്നൊക്കെ വാട്സപ്പിൽ കൂടെ കണ്ടറിഞ്ഞ് അത് സ്മരിക്കുന്നുണ്ടെങ്കിൽ ഈ കുരങ്ങന്മാർക്കോ ആരാ വാട്സപ്പ് പറഞ്ഞു കൊടുത്തേ? ഇല്ല, തീർച്ചയല്ലേ. അപ്പം അവരുടെ മനസ്സിന് ചുമ്മാ വെറുതെ അങ്ങോട്ട് തോന്നുക നമുക്കും ആ കുരങ്ങൻ്റെ രൂപത്തിൻ്റെ അടുത്ത് പോയി നിൽക്കണം. ഇന്ന് ആലോചിച്ച് നോക്കൂ, ഇന്നലെ അത് ഫോട്ടോ എടുത്ത്
ഇന്നത്തെ വാട്സപ്പിൽ എല്ലാവർക്കും കാണിച്ചു തന്നിരിക്കണം. ജടായുപ്പാറയിൽ കുരങ്ങന്മാരൊക്കെ വെറുതെ വന്ന് നിൽക്കുക കുറേ നേരം. എന്തിനാന്ന് അവർക്കും അറിയില്ല. അവർ പേപ്പർ വായിക്കുന്നവരല്ല, വാട്സപ്പ് നോക്കണവരല്ല, അവർക്കാരും മെസ്സേജ് കൊടുക്കണില്ല. പക്ഷേ അന്തര്യാമിയായിട്ട് ഒരാളുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തണം. നമ്മൾ പറഞ്ഞില്ലേ, സരിച്ഛൈലവനോദ്ദേശ ഗാവോ വേണുരവായി മേ സംഘർഷണ സഹായേന കൃഷ്ണേനാചരിത പ്രഭോ എന്ന് ഭാഗവതത്തിലെ വൃന്ദാവനത്തിലെ സകല വസ്തുക്കളെയും ചൂണ്ടിക്കാണിച്ച് ബ്രഹ്മാദികൾ ഉൾപ്പെടെ ഗോപികൾ ഉൾപ്പെടെ സകല ജീവജാലങ്ങൾ ഉൾപ്പെടെ അംഗീകരിച്ച ഒരു സത്യമുണ്ട്. പ്രകൃതിയെ ആരും ഒന്നും അങ്ങോട്ട് പറഞ്ഞ് മനസ്സിലാക്കണ്ട. പ്രകൃതി അതാത് സമയത്ത് അതിൻ്റെ ശക്തി നമ്മളെ ബോധ്യപ്പെടുത്തി തരും. പ്രകൃതിയിൽ നിന്നാണ് ശാസ്ത്രജ്ഞന്മാർ ഓരോന്ന് കണ്ടുപിടിച്ചത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഉണ്ടല്ലോ. ചായ തിളപ്പിക്കുമ്പോൾ ചായയുടെ അടപ്പിങ്ങനെ പാത്രത്തിൻ്റെ അടപ്പിങ്ങനെ പടപടാന്നാവുക. പിന്നെ കെറ്റിലിൻ്റെ കുഴലിൽ കൂടെ പുകയിങ്ങനെ പോവുക. ഇത് കണ്ടപ്പോൾ ഒരു സയൻറ്റിസ്റ്റിന് ഇതുകൊണ്ട് ഇപ്പോൾ കണ്ടുപിടിക്കാമല്ലോ, തീവണ്ടി കണ്ടുപിടിക്കാൻ തോന്നിയത് അതാന്നാണ് നമുക്ക് കുട്ടിക്കാലത്ത് പറഞ്ഞു തരണത്. വെള്ളം തിളയ്ക്കാൻ വെച്ച പാത്രത്തിൻ്റെ അടപ്പ് ഇളകുകയും കുഴലിൽ കൂടെ കെറ്റിലിൻ്റെ കുഴലിൽ കൂടെ പുക പോവുകയും കണ്ടപ്പോൾ കണ്ടുപിടിച്ചു ആവിയന്ത്രം. ആവിയന്ത്രം കണ്ടുപിടിക്കാൻ പ്രകൃതി അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ട് ഉപദേശം കൊടുത്തു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. ഇതുപോലെ പ്രകൃതിയിലെ വെള്ളം, ഭൂമി, വായു, ആകാശം, തേജസ് തുടങ്ങിയ 10 തരം വസ്തുക്കളും 10 ഇന്ദ്രിയങ്ങളെ പ്രലോഭിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, പ്രചോദിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആ സത്യത്തെ ആർക്കും നിഷേധിക്കാനാവില്ല. സരി ശൈല വനോദ്ദേശ ഗാവഃ വേണുരവായുമേ സംഘർഷണ സഹായേന കൃഷ്ണേനാചരിതാഃ. വൃന്ദാവനത്തിലത് കൃഷ്ണൻ എന്ന പരമസത്യാണ് വന്ന് ബോധ്യപ്പെടുത്തിയത്. ഹരി, വേണുഗാനലോലൻ, ഉണ്ണിക്കണ്ണൻ, നീലമേഘ ശ്യാമളവർണ്ണൻ, പ്രകൃതിയിലെ ഓരോന്നിനോടും അവിടത്തേക്കുള്ള ബന്ധം പറയാ. നമ പങ്കജനാഭായ നമ പങ്കജമാലിനേ നമ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഘ്രയേ ഇന്ന് രാവിലെ പ്രസംഗിച്ച മഹാനുഭാവൻ്റെ വിമലിൻ്റെ വാക്കിൽ കേട്ടില്ലേ? കുന്തിദേവി പറയണു, എന്ത് താമരപ്പൂക്കളെ കൊണ്ടാണ് കൃഷ്ണൻ്റെ കണ്ണ്, മുഖം, ചുണ്ട്, കയ്യ്, കാല് ഒക്കെ പങ്കജനാഭനാണ്, പങ്കജനേത്രനാണ്, പങ്കജാംഘ്രിയാണ്. ഇങ്ങനെ പ്രകൃതിയിലെ ഓരോന്നും നമുക്ക് അതാത് സമയത്ത് വൈവിധ്യമാർന്ന രീതിയിൽ പ്രചോദനം ചെയ്തു തന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതേ പ്രകൃതി ശക്തിയാണ്. ഇന്നലെ ശ്രീരാമൻ്റെ ദിനമാണ്. സകല കുരങ്ങന്മാരും ജടായുപ്പാറയിലുള്ള ഹനുമാന്റെ പ്രതിമയുടെ അടുത്തേക്ക് പോയിക്കൊള്ളണം എന്ന് ആ മിണ്ടാപ്രാണികൾക്ക്, അല്ലേ, ആ കുരങ്ങന്മാർക്ക്, നമ്മുടെ ഭാഷ അതെയാണല്ലോ, ആ കുരങ്ങന്മാർക്ക് അനുഗ്രഹം കൊടുത്തത്, പ്രചോദനം കൊടുത്തത് എന്നർത്ഥം. അപ്പോൾ ഈ പ്രചോദനത്തിന്, പ്രകൃതി നൽകുന്ന ഈ പ്രചോദനത്തിന് ശ്രീരാമനും ശ്രീകൃഷ്ണനും ബലരാമനും 10 അവതാര രൂപികളും എപ്പോഴും തയ്യാറാണ്. അതാണ് ശ്രീരാമൻ്റെ പ്രതിമ അയോധ്യയിൽ വയ്ക്കാൻ തയ്യാറാക്കിയ അതിൻ്റെ ശില്പി പോലും പറഞ്ഞു, ചുറ്റുപാടുമായിട്ട് ബാക്കിയുള്ള അവതാരങ്ങളെയൊക്കെ താൻ കൊത്തി അതൊക്കെ ഏർപ്പാട് ചെയ്തു. തനിക്ക് അതൊക്കെ ഉള്ളിൽ നിന്നൊരു പ്രചോദനം, ആരും ഇന്ന തരത്തിലൊക്കെ വേണം എന്ന് തന്നോട് കൽപ്പിച്ചിട്ടല്ല, അങ്ങനെ തോന്നി എന്നാണ് അദ്ദേഹം പറയണത്. അപ്പോൾ പ്രചോദനം നമുക്ക് എപ്പോഴും എവിടുന്നും കിട്ടും. ഇവിടെ പ്രസംഗിച്ച മഹാനുഭാവന്മാരൊക്കെ അതാ പറഞ്ഞത്. എവിടുന്നാണ് നമുക്കുള്ള സാധാരണക്കാരനുള്ള പ്രചോദനം? സദ്ഗുരു മടിയൂർ അദ്ദേഹം നമുക്കൊക്കെ നല്ലൊരു പ്രചോദന ശക്തിയായിട്ട് വാണരുളുണ്ട്. ഇന്ന് രാവിലെ പ്രസംഗിച്ച ആൾ പറഞ്ഞത് അത് തന്നെയാണ്. അദ്ദേഹം ഇവിടെ പ്രചോദനമായി എന്നെന്നും നമുക്ക് ഇനിയും പണിയാൻ പോകുന്ന ആ വലിയ മണ്ഡപത്തിലൂടെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൂടുതൽ 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 വ്യക്തമായി വിളിച്ചോതാ ചെയ്യണത്.
അതുവഴി ഇനി വരുന്ന തലമുറകൾക്കും, ഇന്നുള്ള തലമുറകൾ ഇത്രയൊക്കെ ചെയ്തു, ഇനി വരുന്ന തലമുറകളും എന്തൊക്കെ ചെയ്യണം എന്നുള്ളതും കൂടി അവിടെ ആ അന്തരീക്ഷത്തിൽ കൂടെ പഠിപ്പിക്കുകയാണെന്ന് ചുരുക്കം. അപ്പോൾ യാതൊരു ഗുരു ചൈതന്യമാണോ നമുക്ക് മടിയൂർ ഉണ്ണിഗണപതിയും ആ ഉണ്ണിഗണപതിയുടെ മടിയിലിരിക്കുന്ന ഉണ്ണികൃഷ്ണനും കൂടി ഭാഗവത അമൃത രസം പിബത, അമൃതം പിബത, മുഹുപ്പിബത, പുനഃപിബത, മുഹുർമുഹുപ്പിബത, ആലയം പിബത. അതിപ്പോൾ നമുക്ക് സപ്താഹം പിബത, നവാഹം പിബത, ദശാഹം പിബത, അല്ലെങ്കിൽ ഏകാദശാഹം പിബത എന്നൊക്കെ സൗകര്യപൂർവം പറയാറാക്കി. അപ്പോൾ നമുക്ക് സദാസേവ്യ 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 എന്നുള്ളതാണ് നമ്മൾ 7 ദിവസവും 12 ദിവസവും മാസം മുറയും സപ്താഹവും ഒക്കെ ആയിട്ട് കൊണ്ട് നടക്കുന്നത്. എപ്പോഴും വേണ്ടതാണ്. എപ്പോഴും വേണ്ടതാണെന്ന് വെച്ചാൽ ഉറങ്ങുമ്പോൾ സാധിക്കുമോ? പറ്റില്ല. ഉറങ്ങുമ്പോഴും സാധിക്കും. ഇപ്പോൾ ഇവിടെ തന്നെ പറഞ്ഞ, കുറച്ച് മുമ്പ് പറഞ്ഞ കഥ കേട്ടില്ലേ? കപിലൻ്റെ അച്ഛനായ കർദമ പ്രജാപതിയുടെ കഥ, അതേപോലെ സ്വയംഭുവനുവിൻ്റെ കഥ. നിത്യജീവിതത്തിലെ ചില നിമിഷങ്ങളാണ് എന്ത്? ഊണ്, ഉറക്കം, ഉറക്കം തൂങ്ങുക, കോട്ടുവായി ഇടുക, നടക്കുക, ഇരിക്കുക, ഇങ്ങനെ പലതും. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചിലപ്പോൾ ഈശ്വരസേവ സ്വാഭാവികമായിട്ടുണ്ടാവേണ്ടത് മറന്നുപോകും. പക്ഷെ അത് ഉള്ളിലുള്ള ഈശ്വരൻ ഓർമ്മിപ്പിച്ചോളും. അപ്പം നമുക്ക് വെള്ളം കുടിക്കണമെന്ന് തോന്നണില്ലേ? വെള്ളം കുടിച്ചാൽ ഹാവൂ മതി മതി മതി. പായസം കഴിക്കണം തോന്നണു, പായസം കഴിച്ചു കുറെ കഴിഞ്ഞാൽ മതി മതി ഇനി വേണ്ടാന്നല്ലേ പറഞ്ഞേ, ബഹളം കൂട്ടും അധികമായാൽ. ഇതുപോലെ ഓരോന്നും ആദ്യം വേണമെന്ന് തോന്നുക, പിന്നെ മതിയെന്ന് തോന്നുക, പിന്നെയും വേണം തോന്നുമ്പോൾ ആദ്യമേ സ്വീകരിക്കുക. ഇതൊക്കെ നമ്മുടെ 10 ഇന്ദ്രിയങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നുണ്ട്. ഇതിൻ്റെ ഹൃഷീകങ്ങളുടെ ഈശൻ, കൺട്രോളർ ഓഫ് ദി ഇന്ദ്രിയാസ്, കൺട്രോളറായിട്ട് ഉള്ളിലിരുന്ന് ഓരോന്നിനെയും ചെയ്യിക്കുന്നുണ്ട്. ഇതാ വളരെ പ്രസിദ്ധമായ കപിലൻ്റെ സാഖ്യം അതാണ് നമുക്ക് ഓർമ്മപ്പെടുത്തുന്നത്. സാക്ഷാൽ കർദമൻ പത്നിയോടുകൂടി സുഖമായിട്ട് താമസിച്ചപ്പോൾ ആർഭാടങ്ങളെക്കുറിച്ച് വർണ്ണിച്ചാൽ തീരാത്തത്ര ശ്ലോകങ്ങൾ ഇവിടെ കർദമൻ്റെ ആശ്രമത്തിലെ ആർഭാടകരമായ കൊട്ടാരം പറയാൻ ഉപയോഗിച്ചിട്ടുണ്ട് മൈത്രേയൻ. അവിടേക്ക് പറന്നു വന്ന വിമാനം വൈകുണ്ഠത്തിൽ അനവധി ഉണ്ട് എന്ന് പറയുന്നുണ്ട്. വൈമാനികാഹ സലലനാഹ ചരിതാനി എത്ര ഗായന്തി ലോകശമലക്ഷപണാനി. വൈമാനികന്മാരെ സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ചിട്ടെന്നാണ് പറഞ്ഞത്. വിമാന പൈലറ്റുകൾ സ്ത്രീകളോ? അതേ ഭാഗവതം പറഞ്ഞു. നമ്മൾ പരിഷ്കാരമൊന്നും ഇല്ലാന്ന് വിചാരിക്കരുതേ. സ്ത്രീകൾക്ക് നല്ല പരിഷ്കാരമുണ്ട്. വൈമാനികാ സലലനാഹ. പിന്നെ അല്ല, ലേഡി പൈലറ്റുകളും വൈമാനികന്മാരെ ബാക്കിയുള്ളവരും ഒക്കെപ്പാടെ വിമാനം ഓടിച്ചുകൊണ്ട് നടക്കണു വൈകുണ്ഠത്തിൽ എപ്പോഴും. അവരോട് ഭഗവാൻ പറഞ്ഞു, ആരെങ്കിലും ഒരാൾ വേഗം കർദമൻ്റെ ആശ്രമത്തിലേക്ക് ചെല്ലണം. അവിടെ കർദമന് പത്നിക്കും കൂടി ഇതുപോലെ ഒരു വിമാനം തൽക്കാലത്തേക്ക് ആവശ്യമുണ്ട്. നോക്കൂ, ഗുരുവായൂരപ്പനോട് ആരും കർദമനോ ദേവഹൂതിയോ പ്രാർത്ഥിച്ചിട്ടില്ല. കിന്തുരാപാദനം ദേശാം. ഭഗവതൻ നമ്മളോട് ചോദിക്കുക, ഭക്തന് എന്തെങ്കിലും ഒരു ആവശ്യം വേണമെന്ന് ഭക്തൻ അപേക്ഷിച്ചിട്ട് വേണോ? ഇവിടെ പലതവണ ആ ശ്ലോകം ചൊല്ലിയതാണ്. പട്ടേരിപ്പാട് പറഞ്ഞ ആശയത്തെ വലുതാക്കിക്കൊണ്ട് ഭക്തന് വേണമെന്ന് ഗുരുവായൂരപ്പനാ നിശ്ചയിക്കാൻ ഇതൊക്കെ അങ്ങോട്ട് കൊടുത്തയക്കുക, എത്തിക്കുക. പാവം കുചേലൻ്റെ കഥയിൽ രാമപുരത്ത് വാര്യർ തുറന്നു പറയുന്നുണ്ട്, ഇതൊക്കെ അങ്ങോട്ട് എത്തിക്കാമെന്ന് ഭഗവാന് പറയേണ്ട താമസമേ ഉള്ളൂ. എനിക്കാണെങ്കിൽ ഇതൊന്നും ശീലിച്ചിട്ടൊരു ഉപയോഗിച്ചിട്ടൊരു ശീലമില്ല. ഞാൻ എന്താ ചെയ്യാ എൻ്റെ കൃഷ്ണ? വെങ്കൊറ്റാത് പത്രതഴ വെഞ്ചാമരം താലവൃന്ദം തങ്കക്കോളാമ്പി താമ്പൂല ചർവണക്കോപ്പും മംഗമാരെടുത്തും കൊണ്ട് വേണ്ടെങ്കിലും ചുറ്റും കൂടി. പിന്നത്തെ രാമപുരത്ത് ഭാര്യർ പറയണു, ശ്രദ്ധിച്ചോളൂ,
പങ്കജാക്ഷ കൃപാ കൊണ്ടു മുട്ടി കുചേലൻ. ഇത്ര കാലവും എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല എൻ്റെ കൃഷ്ണ. ഇതിപ്പോൾ അവിടുത്തെ കാരുണ്യം കൊണ്ട് ഞാൻ വീർപ്പ് മുട്ടിയില്ലോ. ഒന്നും വേണ്ടാന്ന് പറയാൻ വയ്യ. ഇത് ഇവിടുന്ന് സ്വീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ ദ്വാരകയിൽ ചെന്ന് പറയും സുധാമാവ് ഇത് സ്വീകരിക്കണില്ല എന്ന്. അപ്പം ഞങ്ങൾക്ക് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാമെന്നല്ലാണ്ട് ഇവിടുന്ന് സ്വീകരിക്കാൻ ഞാൻ വയ്യ. താമ്പൂലം വായിലിട്ടാൽ അദ്ദേഹത്തിന് അത് ശീലമില്ലാത്തതുകൊണ്ട് തുപ്പണം. അപ്പം അതേ ഒരമ്മ ഇതിന് തുപ്പിക്കോളാ, അവിടെ ഇവിടെയും തുപ്പിയാ വയ്യ. സ്വർണ്ണക്കോളാം ഈശ്വര, സ്വർണത്തിന് തുപ്പിയേ ഞാൻ. ഇല്ലാണ്ട് നിവൃത്തിയില്ല. വേണ്ടെങ്കിൽ ഞങ്ങൾ ഇതും കൊണ്ട് അവിടെ ദ്വാരകയിൽ ചെന്ന് പറയേണ്ടി വരും. അയ്യോ വേണ്ട, തന്നോളൂ. ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങിയാൽ രാമമൂർത്തിമാരെ എണ്ണി 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 പറയണു. കിന്തുരാപാദനം തേഷാം പുംസാം ഉദ്ദാമചേതസാം യൈരാശ്രിത തീർത്ഥപദശ്ചരണ. അതുമാത്രമേ അവർ മോഹിച്ചിട്ടുള്ളൂ. ഭഗവാന്റെ തസ്യൈവമേ സൗഹൃദ സഖ്യ മൈത്രീദാസ്യം പുനർ ജന്മനിജന്മനിസ്യാൽ. ഭഗവാനെ സേവിക്കാറാവണേ, അല്ലാണ്ട് ഒന്നും വേണ്ട എന്നേ അവർ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. ഭഗവാൻ ആലോചിച്ചു, എൻ്റെ ഭക്തന്മാർക്ക് കുചേലനായിരിക്കണം എന്ന് ആരാ തീരുമാനിക്കാൻ? പറ്റില്ല. അദ്ദേഹത്തെ ആർഭാടം അനുഭവിക്കാൻ ഒന്ന് പാകാക്കി എടുക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ശിവ 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 പങ്കജാക്ഷ കൃപാ കൊണ്ടു മുട്ടി കുചേലൻ. വേണ്ടെങ്കിലും ചുറ്റും കൂടി ഓരോന്ന് കൊടുത്താൽ വേണ്ടാന്ന് പറയാൻ പറ്റുമോ? അതുപോലെയായി സാക്ഷാൽ ഭഗവാന്റെ വിമാനത്തിൽ വന്ന സകല ആളുകളും കൂടി കർദമൻ്റെ കൊട്ടാരത്തിൽ അദ്ദേഹത്തെ എഴുന്നള്ളിച്ചു കൊണ്ടുപോയി ആർഭാടങ്ങൾ അനുഭവിച്ചപ്പോൾ. അതുകൊണ്ട് ഭക്തന് എന്നും എപ്പോഴും എന്തു വേണം അനുഭവിക്കാൻ എന്ന് ഗുരുവായൂരപ്പൻ നിശ്ചയിക്കണു. പറയണു വിതുരനോട് മൈത്രേയൻ. സാക്ഷാൽ ഭഗവാൻ അങ്ങനെ എല്ലാം കൊടുത്ത് പത്നിയെയും 9 കുട്ടികളെയും അവരെ കല്യാണം കഴിക്കാനുള്ള ഭർത്താക്കന്മാരെ ഒക്കെ കൊടുത്ത് പൂർണ്ണത കൈവരുത്തി. ഇനി ഒന്നും കർദമന് വേണ്ടി തനിക്ക് ചെയ്യാനില്ല. ബ്രഹ്മാവ് അത് തന്നെ പറഞ്ഞു. ഉണ്ണി നന്നായി, ഞാൻ പറഞ്ഞിട്ട് ഉണ്ണി അത് അനുസരിച്ചുല്ലോ. എൻ്റെ 4 കുട്ടികൾ ഞാൻ പറഞ്ഞത് കേൾക്കാതെ ശ്രദ്ധിക്കാതെ ഈ അച്ഛനിങ്ങനെ ഓരോന്ന് തോന്നും. സത്വഗുണവും രജോഗുണവും തമോഗുണവും ഒക്കെ സ്വീകരിച്ച് നമ്മൾ തനി പ്രാരബ്ധക്കാരെ പോലെ ഭാര്യയും കുട്ടികളും ഒക്കെ ആയിട്ടിരിക്കണം എന്നാണ് അച്ഛൻ്റെ വിചാരം. ഞങ്ങൾക്ക് പറ്റില്ല. തിരിഞ്ഞ് നോക്കാണ്ട് സനകാദികൾ പോയി ഇല്ലേ. നല്ല വിഷമമുണ്ടായി ബ്രഹ്മാവിനത്. വിഷമം ഉണ്ടായിന്നോ, ദേഷ്യം കൊണ്ട് വന്നിട്ട്. പക്ഷേ വലിയ ആളുകൾക്ക് ദേഷ്യം വന്നാൽ ഒരു കുഴപ്പമുണ്ട്. ദേഷ്യം വന്നു എന്ന് പറയാൻ പാടില്ല. ആചാരവാക്ക് കൂട്ടിപ്പറയണത്രേ. നമ്മൾ ചില ശബ്ദങ്ങൾ ചേർക്കാറില്ലേ. ഉറങ്ങിയോ തമ്പുരാൻ, അങ്ങനെ പറയരുത്. പള്ളിക്കുറുപ്പായോ തമ്പുരാൻ എന്നേ പറയാവൂ. അങ്ങനെയുണ്ടോ? അങ്ങനെയുണ്ടോ? ആചാരവാക്കിൽ ആ പള്ളി ശബ്ദം അവിടെ ചേർക്കണം. പള്ളിക്കുറുപ്പായോ തമ്പുരാൻ എന്നേ ചോദിക്കാവൂ. ഉത്സവത്തിന് ഭഗവാന്റെ പള്ളിക്കുറുപ്പ് എന്നല്ലേ പറയുക. അതുപോലെ ബഹുമാനിക്കുമ്പോൾ ആചാരവാക്ക് ചേർത്ത് പറയണം പള്ളിക്കുറുപ്പ്. തിരുമേനി പള്ളിക്കുറുപ്പായോ എന്നൊന്ന് പറഞ്ഞു നോക്കൂ. അയാൾ ഉറങ്ങിയോ എന്ന് ചോദിക്കാൻ പാടില്ല. ഇതുപോലെ എന്താ ചെയ്യുക? സാക്ഷാൽ കപിലവാസുദേവന് വേണ്ടുന്നതൊക്കെ ഭഗവാൻ കൊടുത്ത് ആർഭാടവും ആചാരവും ഒക്കെ ആയിട്ട് കൊണ്ടു നടന്നു. സുഖമായിട്ട് എല്ലാ ആർഭാടങ്ങളും എല്ലാ ആചാരങ്ങളും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ എത്തട്ടെ. 9 പെൺകുട്ടികൾ, അവരുടെ ഭർത്താക്കന്മാർ, അവരുടെ സുഖജീവിതം എല്ലാം ആയില്ലേ. ആ 9 പെൺകുട്ടികൾക്കും ഇതുപോലത്തെ 9 കൊട്ടാരങ്ങൾ വേണമെങ്കിൽ വൈകുണ്ഠത്തുനിന്ന് കൊടുത്തയക്കാം. ഇപ്പം തന്നെ ധാരാളമായി. എന്താ നഷ്ടം? കർദമൻ ആയിക്കോട്ടെ അല്ലാണ്ട് എന്താ പറയുക. നാരദൻ പറഞ്ഞു, അതാ ഞാൻ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാണ്ട് മാറിയുന്നത്. കല്യാണം കഴിക്കണം 9 പേരും നിരന്ന് നിൽക്കുക. നാരദൻ പുറത്ത് നിന്നു. കല്യാണം കഴിക്കണം 9 പേർക്കേയും ഫോട്ടോ എടുക്കാൻ വേണ്ടി. മരീചികേ കലാംപ്രാധാൻ സൂയാമധാത്രയെ ശ്രദ്ധാമങ്കിരസേച്ഛ പുലത്യായ ആവിർഭുവം. നമ്മൾ ഇന്ന് വലിയ കാര്യത്തിൽ പരിഷ്കാരാന്നും പറഞ്ഞ് ചെയ്യുന്നുണ്ട്. ഒരേ രംഗത്ത് ഓരോരുത്തരും നവവധൂവരന്മാർ മാലയിടുക,
മൈക്കിൽ അനൗൺസ് ചെയ്യും. മാലയിട്ടു, കൈ പിടിക്കുക, ആ മോതിരടിക്കുക, എന്നിട്ട് പ്രദക്ഷിണായിട്ട് അങ്ങനല്ല അങ്ങനല്ല, ഇടത്തുനിന്ന് വലത്തോട്ട്, വലത്തുനിന്ന് ഇടത്തോട്ടോ അല്ല, ഇടത്തുനിന്ന് വലത്തോട്ട്. ഓ, ഇങ്ങനെ അനൗൺസ് ചെയ്ത് നിരത്തി പിടിച്ച് പുതിയ കല്യാണം കഴിച്ച് അവരവരുടെ ഗൃഹങ്ങളിലേക്ക് പോവാം എന്ന് പറഞ്ഞയക്കണ പോലെ ഇതൊക്കെ ഈ സമൂഹ വിവാഹത്തിൻ്റെ രംഗവും ഭാഗവതം എത്ര മോഡേണായിട്ടാണ് ചിത്രീകരിക്കുന്നത്. അതാത് പത്നിമാരെയും കൊണ്ട് അതാത് ആശ്രമത്തിലേക്ക് അവരൊക്കെ പോയി. നാരദൻ ഇതൊക്കെ ഫോട്ടോ എടുക്കുക മാത്രമേ പണിയുള്ളൂ. ഹാവു, ഞാൻ രക്ഷപ്പെട്ടു, ഞാൻ തടി ഒഴിവാക്കി. നാരദൻ പറയുക, അങ്ങനെ കല്യാണം കഴിഞ്ഞ് എല്ലാവരും പോയി. നമ്മൾ കേട്ടില്ലേ, കിം ദുരാപാദനം. ഇനി അവിടെ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. നവവധൂവരന്മാർ പോയി. എത്രയോ മുമ്പ് താനും പോകണമെന്ന് വിചാരിച്ച് പുറപ്പെട്ടതാണ്. അപ്പോഴാണ് ദേവഹൂതി പറഞ്ഞത്, ഭർത്താവ് പെട്ടെന്ന് അങ്ങോട്ട് പോയാൽ ഭഗവാൻ അവതരിക്കുമെന്നുള്ളത് മറക്കില്ലേ, അത് വയ്യ, നമ്മൾ അതിന് കാത്തിരിക്കല്ലേ. ഓർമ്മിപ്പിച്ചു, നന്നായി. ഭഗവാൻ പുത്രനായിട്ട് വന്നു. കപിലവാസുദേവൻ കിം ദുരാപാദനം അങ്ങോട്ട് പ്രാർത്ഥിച്ചതല്ല, ഭഗവാനെയും ഇവിടുന്ന് മകനായിട്ട് വരണേന്ന് പറഞ്ഞതല്ല. ഭഗവാനാണ് ആദ്യം സെലക്ട് ചെയ്തത്. നാരദ ഒന്ന് ചേർന്ന് പറയൂ, കർദമനോട് ദേവഹൂതിയെ കല്യാണം കഴിച്ച് തയ്യാറായിരിക്കാൻ എനിക്ക് അവരുടെ മകനായിട്ട് വരണം. ഭഗവാൻ ദേവഹൂതിയോടും കർദമനോടും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. ദേവഹൂതിയോട് പറഞ്ഞോ എന്നുള്ളത് ഇനി അന്വേഷിക്കണം. കർദമനോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അവിടുത്തെ മകനായിട്ട് വരാം, എന്നെ കാത്തിരിക്കണം. അദ്ദേഹം അത് മറന്നപ്പോൾ ദേവഹൂതി അത് ഓർമ്മിപ്പിച്ചു. എൻ്റെ അച്ഛൻ ഇവിടത്തേക്ക് എന്നെ കൊണ്ടുവന്ന് തന്നപ്പോൾ പറഞ്ഞതല്ലേ, സന്താനം ഉണ്ടായാൽ പോവാന്ന്. അതാ പുരുഷ സന്താനമാണ് അച്ഛൻ ഉദ്ദേശിച്ചത്. ഭഗവാൻ ഇവിടുത്തോട് മകനായിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ അച്ഛൻ എന്നോട് പറഞ്ഞുല്ലോ. ആ, വളരെ നന്നായി എൻ്റെ ദേവഭൂതി ഓർമ്മിപ്പിച്ചത്, ഇല്ലെങ്കിൽ ഇപ്പം നഷ്ടമായേനെ. അങ്ങനെ ഭഗവാനും കൂടി മകനായിട്ട് വന്നപ്പോൾ ബ്രഹ്മാദികൾ വന്ന് സ്തുതിച്ചു പോയപ്പോൾ ഇനി ആ കൊട്ടാരത്തിൽ അധികം ആളില്ല. അപൂർവം ഇടയ്ക്ക് ഭഗവാൻ തന്നെ കപിലവാസുദേവൻ കൊട്ടാരത്തുനിന്ന് ഇറങ്ങി അപ്പുറത്തൊരു മരമുണ്ട്, ആ മരത്തിൻ്റെ ചോട്ടിൽ അങ്ങനെ ഇരിക്കും. സിദ്ധാർത്ഥനെ നമ്മൾ അങ്ങനെയാണ് ചിത്രീകരിക്കാറ്. മരത്തിൻ്റെ ചോട്ടിൽ അങ്ങനെ ഇരിക്കും. അവിടെ വന്ന് കണ്ട് വന്ദിച്ചു പോണവർക്കൊക്കെ അനുഗ്രഹം അദ്ദേഹം കൊടുത്തുകൊണ്ടിരിക്കും. അതുപോലെ ഒരു നോട്ടം കുറെ അവലാതി പറയാറുണ്ട് ഭഗവാനോട് എന്ന് വിചാരിച്ചാണ് ഇത്രയും പലരും വരിക. പക്ഷേ കർദമൻ്റെ ആശ്രമത്തിൽ കർദമൻ പോയി അപ്പുറത്ത് ഭഗവാൻ കപിലവാസുദേവൻ ഒരു മരത്തിൻ്റെ ചോട്ടിലിരിക്കുമ്പോൾ വരണോർക്ക് അവിടുത്തെ ആ തിരുമുഖം ഒന്നങ്ങനെ കാണുക പോരാ, അവരുടെ ചിന്മുദ്ര ഒന്നങ്ങനെ കാണുക. അത് കഴിയുമ്പോഴേക്കും ദാ ഇവിടെ പറയണു, ഭഗവാനോട്ട് അനവധി ആവലാതി പറയണം, ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എനിക്ക്, അത് ചോദിക്കണം എന്ന് വിചാരിച്ചു വന്നവരൊക്കെ തത്വമാർഗാഗ്രദർശനം ലവലേശം ആ ഒരു ഭാവവും കൂടി ഇല്ലാതെ ഭഗവാനെ വന്ന് കണ്ട് കൃതാർത്ഥരായിട്ട് നിശബ്ദരായിട്ട് അങ്ങനെ മടങ്ങിപ്പോന്നു. ഒരു ചോദ്യവും വേണ്ട, ഒരു ഉത്തരവും വേണ്ട. ത്രിപുടീനാശേ ജീവപരയോരൈക്യം, ത്രിപുടീനാശേ ജീവപരയോരൈക്യം എന്ന സതുപദേശം അദ്ദേഹം എപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നമുക്കല്ലേ ഉപദേശത്തിന് മൈക്ക് വേണം, ലൈറ്റ് വേണം, അത് വേണം, ഇത് വേണം, മറ്റത് വേണം, മറിച്ചത് വേണം, പീഠം വേണം, ഇരിക്കൽ ശരിയായില്ല, വെള്ളം വേണം, അത് ശരിയായില്ല. ശിവ ശിവ ശിവ, എന്തൊക്കെ വിഡ്ഢിവേഷം കെട്ടണം നമുക്കൊക്കെ ഒരു ഉപദേശരംഗം ഒരുക്കാൻ. തത്വമാർഗാഗ്രദർശനം, തത്വമാർഗത്തിൻ്റെ അങ്ങേറ്റത്തേക്ക് ത്രിപുടീനാശേ ജീവപരയോരൈക്യം എന്ന ലോകത്തിന് ഉദ്ഘോഷിച്ചു കൊണ്ട് ഇരിക്കുന്ന ആള്. ഒരു മൈക്കുമില്ല, ഒരു ഫോട്ടോ ഇല്ല, ഒന്നുമില്ല. പക്ഷേ അവിടുത്തെ ഉപദേശം ഗുരോസ്തു മൗനം വ്യാഖ്യാനം ശിഷ്യാസ്തു ഛിന്ന സംശയ. ചോദിക്കാൻ വന്നവർക്കൊക്കെ എല്ലാം മനസ്സിലാവുന്നുണ്ട് എന്നിങ്ങനെ തോന്നുക. ഒന്നും ചോദിച്ചിട്ടുമില്ല, ഒന്നും പറഞ്ഞിട്ടുമില്ല, നിശബ്ദതയാണ്. ഗുരോസ്തു മൗനം വ്യാഖ്യാനം ശിഷ്യാസ്തു ഛിന്ന സംശയമാണ്. ദക്ഷിണാമൂർത്തി അങ്ങനെയാണ്. ആ നിലയിലാണ് ഇപ്പം കപിലവാസുദേവൻ ഇരിക്കണത്. ആ ഉണ്ണിയെ വന്ന് നമസ്കരിച്ച് അനവധി ആളുകൾ പോണു. ഇതൊക്കെ
അമ്മ കൊട്ടാരത്തിലിരുന്ന് ഇങ്ങനെ കാണുന്നുണ്ട്. ഭർത്താവ് പോയി, തൻ്റെ വേലക്കാരികളും വേലക്കാരന്മാരും ഉണ്ടായിരുന്നവരൊക്കെ പോയി. തമ്പുരാട്ടിക്ക് എന്താ വേണ്ടത് എന്താ വേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട് പലരും വരും. ആരോടും ഒന്നും മിണ്ടാനില്ല. മകനും അതെ, കൊട്ടാരത്തിലുള്ള മുറ്റത്ത് മരത്തിൻ്റെ ചോട്ടിൽ പോയി നിശബ്ദരിക്കുകയാണ്. മകനെ കണ്ട് കൃതാർത്ഥരായ ആളുകൾ അങ്ങനെ പോകുന്നുണ്ട്. ദേവഹൂതി സ്വയം ചോദിച്ചു തന്നോട്, നിനക്കും വേണ്ട മകൻ്റെ അടുത്ത് പോയിട്ട് എന്തെങ്കിലും ഒന്ന് ചോദിക്കുക. നിന്നോട് ബ്രഹ്മാവ് പറഞ്ഞതല്ലേ ഉണ്ണി, ഏഷ സാഖ്യവിധി, സാഖ്യയോഗം ലോകത്ത് പ്രചരിപ്പിക്കാൻ വന്ന ആളാണ്. അമ്മയ്ക്ക് വേണ്ടുന്ന ഉപദേശം നൽകും. അച്ഛനെ ഉപദേശിച്ച് യാത്രയാക്കിയാൽ അടുത്തത് അമ്മയ്ക്കാണ് എന്ന് ബ്രഹ്മാവ് പറഞ്ഞത് ഓർത്തു. അതുകൊണ്ട് പതുക്കെ പതുക്കെ, അധികം തിരക്കില്ല, മകൻ്റെ മുമ്പിൽ ചെന്ന് വീണങ്ങനെ നമസ്കരിച്ചു. നിർവിണ്ണാനി തരാം ഭൂമൻ അസതീന്ദ്രിയതരിഷണാൽ ഏന സംഭാവ്യമാനേന പ്രപന്ന അന്ധം തമഃ പ്രഭോ സ്വസുതം ദേവഹൂത്യാഹ ധാതു സംസ്മരതീവച. ബ്രഹ്മാവ് പറഞ്ഞതോർത്ത് മകനെ ചെന്ന് നമസ്കരിച്ച് തുറന്നു പറഞ്ഞു, ഉണ്ണി, നിർവിണ്ണാനി തരാം. അമ്മയ്ക്ക് വിഷയസുഖങ്ങൾ അനുഭവിച്ച് മതിയായി, വെറുത്തു. സത്യങ്ങൾ പറയട്ടെ, പക്ഷേ ഒന്നാ പേടി, അസത് ഇന്ദ്രിയ തരുഷണാൽ, അസത്തുക്കളായ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള ശ്രമമായിരുന്നു. ആ ശ്രമം ചെയ്ത് മടുത്തു എന്നുള്ളത് സത്യം. പക്ഷേ നിർവിണ്ണാതി തരാം എന്നുള്ളത് സത്യമാണോ എന്ന് ഇപ്പോഴും തീർച്ചയായിട്ടില്ല. എന്ന് പറഞ്ഞാൽ, ഇപ്പം കാപ്പി ഉണ്ടാക്കുക 5 മണിക്ക് എന്ന് വെച്ചാൽ ആലോചിച്ച് നോക്കൂ, 4:30 എണീക്കണോ, തീ കത്തിച്ച് വെള്ളം തിളപ്പിച്ച് പാലോ എന്താച്ചാ ഒക്കെ ചേർത്ത് 5 മണിക്ക് കാപ്പി കുടിക്കണമെങ്കിൽ അതിന് കുറച്ച് മുമ്പേ അതിന് വേണ്ടിയുള്ള പരിശ്രമം ചെയ്യണോ വേണ്ടയോ? അപ്പോൾ നാവ് എന്നുള്ള ഒരു ഇന്ദ്രിയത്തെ പ്രീതിപ്പെടുത്താൻ ഒരു വക. ഇനി കുളി, അയ്യോ എണ്ണ വെച്ച് കുളിക്കണോ, എണ്ണ വയ്ക്കാണ്ട് കുളിക്കണോ, ചൂടുവെള്ളത്തിൽ കുളിക്കണോ, അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയാൽ അതിൻ്റെ ഇങ്ങനെ അങ്ങോട്ട് നോക്കിക്കോളൂ. ഓരോന്നും നിസ്സാരെന്ന് നമ്മൾ പറയുകയിരിക്കാം, പക്ഷേ നിസ്സാരല്ല. ഓരോന്നിനും നമ്മളെ എത്ര 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 തൃപ്തിപ്പെടുത്താൻ വേണ്ടി ബുദ്ധിമുട്ടണം. ഓരോ ഇന്ദ്രിയങ്ങളെ വാസന ഇല്ലേ, പുഷ്പങ്ങൾ എത്ര നല്ല വാസനയുള്ളത് കൊണ്ടുവന്നാലും മതിയാവില്ല. എന്താ അത്, ഇതിൻ്റെ ഇടയിൽ ചില ചീഞ്ഞതും ഉണ്ടല്ലോ. അനവധി നല്ല പുഷ്പങ്ങളുടെ ഇടയിൽ ഒരു ചീഞ്ഞ പുഷ്പം കണ്ടാൽ നമുക്ക് പിടിച്ചില്ല, അത് കളഞ്ഞു. നിർവിണ്ണാതിതരം ഭൂമൻ അസതീന്ദ്രിയ തരുഷണാൽ. പാട്ടുകൾ എത്ര കേട്ടാലും മതിയാവണില്ല ഇല്ലേ. പെട്ടി നേരിയാക്കിയിട്ടും അതിൻ്റെ സ്വിച്ച് തിരിച്ചിട്ടും വോളിയം ശരിയാക്കിയിട്ടും മേപ്പട്ടും കീഴ്പട്ടും ഒക്കെ താത്തിയിട്ടും ആ സൗണ്ട് സിസ്റ്റം ശരിയാവണില്ല. ആലോചിച്ച് നോക്കൂ, ഒരു ഇന്ദ്രിയങ്ങളെയും തൃപ്തിപ്പെടുത്താനുള്ള ശ്രമം അതിൻ്റെ കൃതാർത്ഥതയിലേക്കല്ല നമ്മളെ എത്തിക്കണത്. പോരാ പോരാ പോരാ, ശരിയായില്ല, ഇതിലും നല്ലതുണ്ടോ നോക്കട്ടെ, ഇതിലും നല്ല കാറ്, ഇതിലും നല്ല ഫാൻ, ഇതിലും നല്ല കാറ്റ്, ഇതിലും നല്ല തീറ്റ, ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങുക. ഓരോന്നിനും നമ്മൾ പറയാറില്ലേ, അമ്മത്തെ ഇയാളുടെ അതെ അമ്മയുടെ കല്യാണത്തിന് അന്നുണ്ടായൊരു പായസമുണ്ട്, അതുപോലെ പിന്നെ ഉണ്ടായിട്ടില്ല. അതല്ലെങ്കിൽ മുത്തശ്ശൻ്റെ പിണ്ടത്തിനുണ്ടായ പായസം, പ്രഥമൻ, ഇങ്ങനെ ഓരോന്നും നമ്മൾ ഓർത്തിരിക്കും. അസതിന്ദ്രിയ തരുഷണാൽ, ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള ശ്രമം. എന്നാൽ അത് പൂർണ്ണമായി ഇന്ദ്രിയങ്ങൾ ഇങ്ങോട്ട് വന്ന് പറയുന്നേ, സന്തോഷമായിട്ടോ, പൂക്കളുടെ വാസന, പാട്ട് കേട്ടത്, ആ തിന്നത് കുടിച്ചത്, ഇങ്ങനെ പറയണില്ല. തൽക്കാലത്തേക്ക് മതി എന്ന് തോന്നിയാലും അസതിന്ദ്രിയ തരുഷണാൽ, ഈ ഇന്ദ്രിയങ്ങൾ അസത്തുക്കളായതുകൊണ്ട് കൊണ്ടുവാ പിന്നെയും പിന്നെയും, കണ്ട വസ്തുക്കളിൽ കാക്ഷയുണ്ടായവൾ കൊണ്ടുവാ എന്നു കൽപ്പിക്കുകയും. കുഞ്ചതമ്പ്യാർ പറയണില്ലേ, ഭീമനെ കളിയാക്കുന്ന ഹനുമാന്റെ വാക്കിൽ കൂടെ അവളിങ്ങനെ കൊണ്ടുവാ എന്ന് പറയും. നിങ്ങൾ അവൾക്ക് ഓരോന്ന് കൊണ്ടേ കൊടുക്കുകയും ചെയ്യും. അങ്ങനെയല്ലടോ താനിപ്പോൾ ഇവിടെ വന്നേക്കണേന്ന് ഹനുമാൻ ഭീമസേനോട് ചോദിക്കുന്നുണ്ട് അത്രേ, ഭാര്യയുടെ ഇഷ്ടത്തിന് തുള്ളി വരികയല്ലേ എന്ന്. അപ്പോൾ ഇതുപോലെ 5 ഇന്ദ്രിയങ്ങൾ പോരാ, 10 ഇന്ദ്രിയങ്ങൾ. 5 വയസ്സുള്ള പ്രഹ്ലാദനാണ് ഇത് ഭാഗവതത്തിൽ ആദ്യം പറഞ്ഞിരിക്കുന്നതെന്ന് തോന്നും.
ബഹ്യ സപത്നൈവ ഗേഹപതിം ലുനന്തി. ഒരാൾക്ക് 10 ഭാര്യമാരുണ്ടെങ്കിൽ ആ 10 ഭാര്യമാരും കൂടി അയാളുടെ കഴുത്തിൽ പ്രേമപൂർവം കയറിട്ട് 10 ദിക്കിൽ നിന്ന് 4 കെട്ടിൻ്റെ 4 തൂണും അതിൻ്റെ 4 ഇറയങ്ങളും കിഴക്കണിയും തെക്കണിയും വടുക്കണിയും പടിഞ്ഞാറ്റിയായിട്ട് കയറിട്ട് പിടിച്ചേക്കുക. അത്രേ നടുവിറ്റത്ത് ഇയാൾ ഇറങ്ങി നിൽക്കുക. എന്താ നിങ്ങൾ ചെയ്യണേ? അതെ, ഇവിടെ വന്ന് ഉണ്ണായിരിക്കൂ. ആ, അവിടെ നിന്ന് ഉണ്ണായിരിക്കാൻ പറ്റില്ല, ഇവിടെ ഉണ്ണായിരിക്കൂ. ഞാനാ പറയണത്. ദേ, ഇന്ന് ഇവിടുത്തെ പിറന്നാളാണ്, ഓർത്തോളൂ, ഇന്ന് ഉണ്ണിയുടെ പിറന്നാളാണ്. ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് ഇവിടെ വന്നിരിക്കൂ എന്ന് പ്രേമപൂർവം, അയ്യോ പ്രേമപൂർവം തന്നെ 10 ഭാര്യമാര് കഴുത്തിൽ കയറിട്ട് വലിച്ചു കൊണ്ടിരുന്നാൽ ഗേഹപതി ലുനന്തി. എന്താ ഈ ഭർത്താവിൻ്റെ ഒരവസ്ഥ? ഇത് പ്രഹ്ലാദൻ എന്ന ഉണ്ണി തമാശ പോലെ നമ്മളോട് പറയണു. നമ്മളത് ഇപ്പോഴും എപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. നിർവിണ്ണാതിതരാം ഭൂമൻ അസതിന്ദ്രിയ ദർശനാൽ ഏന സംഭവ്യമാനേന പ്രപന്നാന്ധം തമ പ്രഭോ. 10 പേരും കൂടി ഇരുട്ടിലേക്ക് കുഴികുത്തി കിണറിലേക്ക് വലിച്ചിടാണ് ചെയ്യണത്. സ്നേഹബന്ധത്തിൻ്റെ, പ്രേമപാശത്തിൻ്റെ, ഇന്ദ്രിയ തർഷണങ്ങൾക്ക് ശ്രമിച്ചതിൻ്റെ തിരിച്ചടി ആണ് അനുഭവിക്കണത്. അതുകൊണ്ട് ഉണ്ണി തൃപ്തി വന്നു. അതുകൊണ്ട് ഇനി വേണ്ട ഇന്ദ്രിയങ്ങളൊക്കെ എന്നല്ല തോന്നണത്. ഇത്രയായിട്ടും തൃപ്തി വരണില്ലല്ലോ, എന്താ അതിങ്ങനെ എന്നാ അമ്മയ്ക്ക് തോന്നണത്. അതുകൊണ്ട് വേണ്ടത് പറഞ്ഞു തരണേ ഉണ്ണി. ഇന്ദ്രിയങ്ങളെ പ്രീതിപ്പെടുത്തി മടുത്തു, മതിയായി. കണ്ണിന്ന് കണ്ണീരിങ്ങനെ ഒഴുകുന്നുണ്ട്. അമ്മേ നന്നായി. അമ്മയുടെ ചോദ്യം ലോകത്തിലുള്ള സകല ആളുകൾക്കും ചോദിക്കാൻ തോന്നേണ്ട ചോദ്യമാണ് അമ്മ ചോദിച്ചത്. ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നിടത്തോളം അവ നമ്മളെ പിന്നെയും വലിച്ചു കൊണ്ടിരിക്കുകയുള്ളൂ. നിർദ്ദയം. സ്നേഹിക്കുക എന്നാണ് പേര്. അതുകൊണ്ട് ഈ സ്നേഹം, ഈ അധീനത അത് ഭഗവാങ്കലേക്ക് ആയാൽ മതി. ഇന്ദ്രിയാധീശൻ ഹൃഷീകേശൻ ഒരാളേ ഉള്ളൂ, അത് ഭഗവാനാണ്. ആ ഭഗവാനാണ് എന്നെ ഓരോ ഇന്ദ്രിയങ്ങളിലൂടെയും ആകർഷിക്കണത് എന്ന് വിചാരിച്ചാൽ മതി. ആ ചിന്തയുള്ളവരാണ് അമ്മേ സജ്ജനങ്ങൾ. അതുകൊണ്ട് സതാം പ്രസംഗാൽ മമ വീര്യസംവിദോ ഭവന്തി ഹൃകർണരസായനാ കഥാഃ തദ്യോഷണാത് ആശ്വപവർഗവർത്മനി ശ്രദ്ധാ രതി ഭക്തി അനുക്രമിഷ്യതി. ഭക്തന്മാരുടെ കൂട്ടുകൂടി സജ്ജന സംസർഗത്തിൽ നിന്നും ഉണ്ടാകുന്ന ഭഗവാനോടുള്ള ഇഷ്ടം നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് കൊടുക്കുക. ശ്രവണമിന്ദിരാരമണ നിൻ കഥ ശ്രവണം കൊണ്ടു താൻ സഫലമാവണം. വിലോചനങ്ങളൻ ജലദഭാനിന്മയി വിലോകനം ചെയ്തു സഫലമാകണം. രസനയം ഭവൽ ഗുണനാമാമൃത രസം രസാൽ നുകർന്നലം വിലസണം. ശ്രവണമിന്ദിരാരമണ നിൻ കഥ ശ്രവണം കൊണ്ടു താൻ സഫലമാവണം. ശിരസ്സു കൃഷ്ണ നിൻ കടൽദാരിൽ നമസ്കരിച്ചനുഗ്രഹം അണിഞ്ഞു മിന്നണം. കരങ്ങൾ മാരുദേശ നിൻ പദാർച്ചന പരങ്ങളായി പരം പരിലസിക്കണം. പദങ്ങളും അരുൾ പുരീശ നിന്നെത്താൻ പ്രദക്ഷിണം വെച്ചു സുരക്ഷ നേടണം. ഇവണ്ണം ഇന്ദ്രിയ സമൂഹകൃത്യമൻ സുവർണവാസന ഭവന്മയമാക്കി ഭവാർണവം ജവാൾ തരിച്ചനന്തനും അവർണ്യമം പദം അണഞ്ഞിടാവു ഞാൻ. 10 ഇന്ദ്രിയങ്ങളും ഭഗവത്പരമായിട്ട് മാത്രം ശീലിച്ച സജ്ജനങ്ങളുണ്ടാവും. ആ സതാം പ്രസംഗാൽ, സതാം സംഗാൽ പോരാ, സതാം പ്രസംഗാൽ. അതാണ് സജ്ജനങ്ങളുമായിട്ട് പ്രകർഷേണ സംഘം ഉണ്ടാവണം. നമുക്കൊക്കെ അതില്ല. അങ്ങനെ അനവധി നമ്മുടെ സ്വഭാവത്തെ പരിശോധിച്ചാൽ കാണാം. താൽക്കാലിക ഒരു സംഘം, ഏതെങ്കിലും ഒരു സജ്ജനം പോകണ്ട, ഏയ് ഒന്ന് അവിടെ നിൽക്കൂ, ഇന്ന് എനിക്ക് ഏകാശിയ ഒരു സജ്ജനത്തെ കണ്ടിട്ടുണ്ടെങ്കിലും ഒന്ന് കൊടുത്ത് നമസ്കരിച്ചിട്ട് വേണം കാപ്പിടിക്കാൻ പോകാൻ, അവിടെ നിൽക്കൂ. വന്നു, എന്തോ ഒന്ന് കൊടുത്തു, നമസ്കരിച്ചു, ശരി ഞാൻ കാപ്പിടിക്കാൻ പോട്ടെ.
ഇതാ സതാം പ്രസംഗം. ഇത് സതാം സംഘം ഒരു ഭാഗമായി. പ്രസംഗാൽ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഉണ്ട് എന്നർത്ഥം. പ്രകർഷേണയിലുള്ള സംഘം അവനവൻ്റെ കാര്യത്തിനൊരു സജ്ജനത്തിനെ കണ്ട് എന്തെങ്കിലും ഒരു നമസ്കരിച്ചു എന്ന് കാണിച്ചു പോവലല്ല, അവരുടെ പിന്നാലെ നടന്ന് അവരുടെ ദാസാനുദാസഭാവത്തിലേക്ക് എത്തി. അഹം ഹരേ തവ ദാസാനുദാസോ ഭവിദാസ്മി, വൃത്രാസുരം പറയണില്ലേ, ആ ദാസാനുദാസഭാവം വരണം. അപ്പോൾ കാണുന്നവരൊക്കെ ഭഗവാന്റെ സജ്ജനങ്ങളാണ്, അവരെയൊക്കെ വന്ദിക്കലാണ് എൻ്റെ ജീവിത ലക്ഷ്യം. അവരുടെ അനുഗ്രഹം, അവരുടെ സംഘം, പ്രകർഷേണയുള്ള സംഘം. പിന്നെ നമ്മൾ പറയാറുണ്ടല്ലോ പ്രസംഗം, അതുമാവാം. സജ്ജനങ്ങളെ എവിടെ രണ്ട് വാക്ക് പറയണു അവിടെ മുഴുവൻ കയറിയിരുന്ന് അവരുടെ വാക്ക് കേൾക്കുക, അവരുടെ സാമീപ്യം, അവരുടെ വാക്ക്, അവരുടെ ജീവിതചര്യകൾ, ഇതൊക്കെ നമുക്ക് പകർത്താം. അത് നല്ല രീതിയിലാവണേ. ഇപ്പം ഭരതൻ്റെ ജീവിതചര്യ പകർത്തുക എന്ന് പറയും പഞ്ചമസ്കന്ധത്തിൽ. ഋഷഭൻ്റെ ജീവിതചര്യ കണ്ട് അന്നത്തെ ഒരു രാജാവ് ഒരാവശ്യമില്ലാണ്ട് വെറുതെ ചാടിപ്പുറപ്പെട്ടു. ശ്രീശുഖൻ കളിയാക്കുന്നുണ്ട് പരീക്ഷിത്തെ. ഋഷഭൻ ആരോടും ബന്ധമില്ലാതെ നിസ്സംഗനായിട്ട് പെരുമ്പാമ്പിനെ പോലെ ഇങ്ങനെ കിടക്കുക. എന്തെങ്കിലും വായിൽ വന്നാൽ ചിലപ്പോൾ കഴിക്കും, ചിലപ്പോൾ അവിടെ വായിൽ അവിടെ കിടക്കും, അത് തന്നെ, ഇറക്കലില്ല. അപ്പം അങ്ങനെ പെരുമ്പാമ്പിനെ പോലെ മഞ്ഞും മഴയും വെയിലും ഒക്കെ കൊണ്ടിങ്ങനെ കിടക്കണ ആളെ കണ്ടപ്പോൾ ഒരു രാജാവിന് തോന്നി ഇതേപോലെയാവണം എനിക്കും. അദ്ദേഹം ആളുടെയൊക്കെ വിളിച്ചു കൂട്ടി ക്യാമറക്കാരെയൊക്കെ കൊണ്ടുവന്ന് ഋഷഭദേവൻ അവിടെ പെരുമ്പാമ്പ് പോലെ കിടക്കുമ്പോൾ ഇയാൾ ഇവിടെ നാണല്ലാണ്ട് ഇങ്ങനെ കിടക്കുക. ശിശുക്ക് നല്ലോണം കളിയാക്കി പറയേണ്ട, ആ രാജാവിന് വല്ല പണിയുണ്ടോ? തൻ്റെ പ്രജകളും ഇതുപോലെ എല്ലാവരും വരിയായിട്ട് കിടക്കുക, എന്തിനാ ഫോട്ടോ എടുക്കേണ്ടത് എല്ലാവരുടെയും? ഞാനാണ് നിങ്ങളെയൊക്കെ ഈ മഹാനുഭാവൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നത്. അദ്ദേഹം കാണിക്കണമുണ്ടില്ലേ, അതുപോലെ നമ്മളും വേണം. വസ്ത്രമില്ലാണ്ട് കുറേ ആളുകൾ വെയിലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മഴയത്തും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കിടന്ന് അതും ഫോട്ടോ എടുത്ത്, ഞാൻ ആ ഋഷഭദേവൻ്റെ വലിയ ആരാധകനാണ്, എൻ്റെ നാട്ടിലെ പ്രജകളും ഞാൻ പറഞ്ഞതുപോലെ ഋഷഭദേവനെ ആദരിക്കുന്നുണ്ട്. ഈശ്വര, എവിടെ പോണു ഈ കോപ്പിരാട്ടി കാട്ടുകൾ? ശ്രീശുഖൻ കളിയാക്കുക. ഇങ്ങനെയാണ് നമ്മുടെ സതാം പ്രസംഗം എന്നും പറഞ്ഞ് കാണിക്കുന്നതൊക്കെ. അതുപോരാ, അതല്ല ആവശ്യം, പ്രകടനമല്ല. മാനസികമായിട്ട് പ്രസംഗം, ഹൃദയത്തോട് ഹൃദയം. അവർ പറയുന്ന കഥകളും അവർ പറയുന്ന വാക്കുകളും അവരുടെ ശീലങ്ങളും നമ്മൾ ദൂരെ നിന്ന് കണ്ട് പകർത്തിയാൽ മതി. പ്രസംഗം അങ്ങനെ ആവാം. അപ്പോൾ ഹൃക്കർണ രസായന കഥാഹ, കഥ കേൾക്കുക, ഭഗവാന്റെ കഥ അവർ പറയുമ്പോൾ അത് കേൾക്കുക, അതിനാണ് പ്രാധാന്യം. ശ്രദ്ധാരതിർ ഭക്തിരനുക്രമിഷ്യതി, ശ്രദ്ധ രതി ഭക്തി അനുക്രമിഷ്യതി. ക്രമേണ എന്താണോ അവരായത് അതിലേക്ക് നമ്മൾ ചെന്നെത്തും. ഈ ഇമിറ്റേഷൻ, ഗോഷ്ഠി കാട്ടല് ആവശ്യമില്ല എന്ന് ഭാഗവതം. സജ്ജനങ്ങൾ മാലയിട്ടു, ഞാനും മാലയിട്ടാ സജ്ജനാവും. അവർ മഞ്ഞമുണ്ടിട്ട് ഞാനും മഞ്ഞമുണ്ടിട്ടുക, അവർ നീലമുണ്ടാച്ചിട്ട് ഞാനും നീലമുണ്ട്. ഇങ്ങനെ മുണ്ട് കൊണ്ടോ മാല കൊണ്ടോ ഭസ്മക്കുറി കൊണ്ടോ ചന്ദനക്കുറി കൊണ്ടോ ഒന്നുമല്ല സതാം പ്രസംഗം. അത് നമുക്ക് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സജ്ജന സംസർഗം കൊണ്ട് ഉണ്ടാവേണ്ടുന്ന നന്മ ശ്രദ്ധാരതിർഭക്തി എന്നുള്ളതാണ്. അതായിക്കഴിഞ്ഞാൽ പിന്നെ അമ്മയെ അധികമൊന്നും ബുദ്ധിമുട്ടണ്ട. നമ്മൾ തന്നാലെ നമ്മൾ സജ്ജനായി ഭഗവത് കഥകൾ കേട്ടു, ഇന്ദ്രിയങ്ങളൊക്കെ ഭഗവത് കഥകളിൽ ആരംഭിച്ചു കഴിഞ്ഞു. അതിൽ പിന്നെ പറഞ്ഞത് രണ്ടാം ഘട്ടം, പ്രകൃതിയിലെ വസ്തുക്കളൊക്കെ ഇതിന് സഹായിക്കും എന്നാണ്. നമുക്ക് അങ്ങനെയല്ല തോന്നണതേ. പറഞ്ഞില്ലേ, പൂജാമുറിയിലിരിക്കുമ്പോൾ നിസ്സാരം ഒരു കൊതു വന്നാൽ നമുക്കത് ശല്യ. യോ, കൊതു വരാൻ എന്താ കാരണം? കൊതുവിനെ പ്രാവി, പിന്നെ ഇലക്ട്രിസിറ്റി, കറണ്ട് പോയി, അതാണ് കൊതു വന്നേ അല്ലേ? ശരിയാട്ടോ, ഞാൻ എസിട്ട് നേരെയാക്കി വെച്ചതായിരുന്നു പൂജാമുറി. ഇപ്പം എന്തായി? കറണ്ട് പോയപ്പോൾ ഒക്കെ പോയി. ഇതാണ് ഈ KSEBയുടെ കുഴപ്പം. ഇപ്പം എവിടെയായി ചിന്തിക്കണത്? ഭഗവാനെ ധ്യാനിക്കാതിരുന്ന ആൾ കൊതുവിനെ തല്ലി, കറണ്ടില്ല, ഇലക്ട്രിസിറ്റി ബോർഡിലെ ആളുകളെ ശപിച്ചുകൊണ്ട് പൂജാമുറിയിൽ ഇരിക്കുക. ചിന്ത ഭഗവാനെയാണോ? സ്മരിക്കണത് ഭഗവാനെയാണോ? ഒക്കെ സൗകര്യമാവാൻ വേണ്ടി ഏർപ്പാട് ചെയ്തു.
സൗകര്യം അനുഭവിക്കലില്ല. അങ്ങനെ ആവരുത്. ഇതാണ് നമുക്ക് പറ്റുന്ന കുഴപ്പം. അപ്പോൾ സജ്ജന സംസർഗം കൊണ്ടുണ്ടാകേണ്ടുന്ന പക്വത നമുക്കുണ്ടാവണം. അതാണ് ഇവിടെ പറയുന്നത്. ശ്രദ്ധാരതിർ ഭക്തിർ അനുക്രമിഷ്യതി. അതിൽ പ്രകൃതി മുഴുവനും നമ്മളെ സഹായിക്കും. പ്രകൃതി സഹായിക്കണില്ല എന്ന് തെറ്റിദ്ധരിക്കരുത്. പ്രകൃതിയുടെ സഹായമാണ് പിന്നെ പറഞ്ഞത് സാഖ്യയോഗം. 23:1-24 പ്രകൃതി മഹദ് അഹങ്കാരാശ്ച മാത്രാശ്ച ഭൂതാന്യപി ഹൃദപി ദശാക്ഷി പൂരുഷ പഞ്ചവിംശ ഇതി വിദിത വിഭാഗോ മുച്യതേസൗ പ്രകൃത്യ കപിലതനുരിതിത്വം ദേവഹൂത്യൈന്യഗാദി. കപിലവാസുദേവൻ എത്ര ഭംഗിയായിട്ടാ പ്രകൃതി വിഷയങ്ങൾ നമ്മളെ സഹായിക്കുന്നത് ചിത്രീകരിച്ചത്. പ്രകൃതി നമ്മൾക്ക് എതിരല്ല. ഇടി വെട്ടി, മഴ പെയ്തു, മഞ്ഞ് വന്നു, ഈശ്വരനെ സേവിക്കാമെന്ന് വിചാരിച്ച് പുറപ്പെട്ടിട്ട് ഒന്നും തരാവണില്ല. അങ്ങനെയല്ല. പ്രകൃതി ഈ പറഞ്ഞ ഇടിവെട്ടിലും മഴയിലും കാറ്റിലും മഞ്ഞിലും ചൂടിലും തണുപ്പിലും ഒക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട്. നമ്മൾ ഭാഗവതത്തിലെ കൃഷ്ണാവതാരം വായിക്കുമ്പോൾ കാണില്ലേ, അഥ എന്ന 2 അക്ഷരങ്ങൾ പറഞ്ഞിട്ട് സർവഗുണോഭേദ കാല പരമശോഭന. അതിന് മാറ്റമൊന്നുമില്ല. എന്നും സർവഗുണോപേതമായ കാലം പരമശോഭനമായിട്ട് നമ്മളിലെ ഉള്ളിലെ അവതാര പുരുഷനെ നമുക്ക് കാട്ടിത്തരാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്നുണ്ട്. ദാ നിശീന്തുരിവ പുഷ്കല, ദിശീന്തുരിവ പുഷ്കല, ദിശീന്തുരിവ പുഷ്കല. ആകാശത്ത് അഷ്ടമിരോഹിണിയിടെന്ന്. അഷ്ടമിച്ച പൂർണ്ണചന്ദ്രൻ ഇല്ലാത്ത ദിവസം അല്ല. നോക്കൂ, അഷ്ടമിരോഹിണി, അഷ്ടമിയിടന്ന് പൂർണ്ണചന്ദ്രൻ, ദിശിന്തുരിവ. അതിനാണ് പ്രകൃതി എപ്പോഴും ഒരുക്കി തരിക. പൗർണമിയിടെന്നല്ലേ പൂർണ്ണചന്ദ്രൻ ഉണ്ടാവുള്ളൂ, അത് നിയമം. പക്ഷേ ഭഗവാന്റെ ആനുകൂല്യം വന്നാൽ അഷ്ടമിയിടന്നും പൂർണ്ണചന്ദ്രൻ. പിന്നെ അല്ലാണ്ട് എന്താ? അപ്പം ആ ആനുകൂല്യം നമുക്കുണ്ടാക്കി തരുന്ന ക്രമേണയുള്ള പ്രകൃതിയുടെ സഹായം അത് ഇവിടെ വർണ്ണിച്ചു, വളരെ വിസ്തരിച്ച് തന്നെ. അതിന് സാഖ്യയോഗം എന്ന് പറയുക. അപ്പോൾ അതൊക്കെ ഓരോന്ന് എടുത്ത് പറയുമ്പോൾ നമുക്ക് അതിൽ കുടുങ്ങിയ മനസ്സിനെ എങ്ങനെ നേരെയാക്കി എടുക്കാം. ഇപ്പോൾ വലയിടുന്നവർ ചില ദിവസം വലയിടാനൊന്നും പോവാതെ അതിലെ പൊട്ടിയ ഇഴകളൊക്കെ കൂട്ടി യോജിപ്പിച്ച് തയ്യാറാക്കി അതൊക്കെ മടക്കി പാകത്തിനാക്കിയിട്ട് വഞ്ചി കയറി പോവുക. ഇതുപോലെ എവിടെ പൊട്ടിയ ഇഴകളുണ്ടോ അതൊക്കെ തുന്നിക്കോർത്ത് നേരെയാക്കുക എന്നുള്ള ഒരു തയ്യാറെടുപ്പ് വേണ്ടതാണ് എന്ന് ഇവിടെ കാണിക്കാൻ വേണ്ടിയാണ് സാഖ്യയോഗം വിസ്തരിച്ച് പറഞ്ഞത്. പിന്നെ അഷ്ടാംഗയോഗം, അത് ഭഗവാന്റെ കപിലോപദേശത്തിലെ പ്രധാനമാണ്. എന്താ അത്? ഭഗവാനെ നല്ലോണം അങ്ങനെ ധ്യാനിക്കുക. അതിന് 8 അംഗങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാന, സമാധി. ഈ ധാരണാധ്യാന സമാധികളാണ് നമുക്ക് ആവേണ്ടത്. അതിനു വേണ്ടിയാണ് യമനിയമാസന ആദികളൊക്കെ പറഞ്ഞതെന്നർത്ഥം. അപ്പോൾ യമം, നിയമം മുതലായതൊന്നും നമുക്ക് അത്ര കണ്ട് പറ്റിയില്ലെങ്കിലും നമുക്ക് ഭഗവാന്റെ കഥകൾ അവിടെയും ഇവിടെ ഇരുന്ന് പറയുന്ന സജ്ജനങ്ങളുണ്ടെങ്കിൽ യമനിയമാദികളൊക്കെ കുറെ കുറഞ്ഞാലും സ്വാഭാവികമായിട്ട് ഭഗവാനെക്കുറിച്ച് പറയുക, ആ ഭഗവാന്റെ സ്വരൂപത്തെ പറ്റി വർണ്ണിച്ചത് കേൾക്കുക, അതങ്ങനെ ഭാവന ചെയ്യാൻ സാധിക്കും. ഇവിടെ അമ്മയ്ക്ക് ഭഗവാൻ പറഞ്ഞു കൊടുത്തതും അതാ. അമ്മേ, യമനിയമാസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധി എന്നുള്ളതിൽ കടുംപിടുത്തം പിടിക്കണ്ട. അതിലല്ല ശ്രദ്ധിക്കേണ്ടത്. ഭഗവാനെക്കുറിച്ച് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ചോളൂ. ആ പറയുന്ന വാക്കിൽ കൂടെ ഭഗവാന്റെ വിവിധ തരത്തിലുള്ള രൂപങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് പകർന്നു കിട്ടും. ഇപ്പോൾ ഭാഗവതത്തിൽ കപിലൻ അമ്മയോട് പറയണെന്താ? ഒരമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനെ ഓർമ്മിക്കാൻ കണ്ണും മൂക്കും പൊത്തിപ്പിടിച്ച് എന്ന് പറഞ്ഞിരിക്കണോ? ആലോചിച്ച് നോക്കിയാൽ മതി. എന്താ അത്? മകൻ അമേരിക്കയിലുണ്ട്, മകനെ ഓർമ്മിക്കുക അമ്മ കണ്ണും മൂക്കും പൊത്തിപ്പിടിച്ച്. അതിൻ്റെ ആവശ്യമില്ല. ഭർത്താവിനെ ഓർമ്മിക്കാൻ ഇതുപോലെ ഓം എന്ന് പറഞ്ഞിരിക്കണ്ട. അപ്പോൾ എന്താ അത്?
അത് സ്വാഭാവികമായിട്ട് വരും. ഇതുപോലെ ഭഗവാന്റെ കഥകൾ സ്ഥിതം വ്രജന്തം ആസീനം ശയാനം വാ ഗുഹാശയം പ്രേക്ഷണീയേ ഹിതം. വൃന്ദാവനത്തിൽ തീകൃതി കൊണ്ടിരിക്കപ്പുറത്തില്ല എൻ്റെ യശോദയെ നിൻ്റെ ഉണ്ണിയെ കൊണ്ട് എന്ന ആവലാതി പറയുന്ന ഗോപികളുടെ ഇടയിൽ താടിക്ക് കൈ കൊടുത്ത് യശോദ എന്തൊക്കെയാ എൻ്റെ ഉണ്ണി അവിടെ വന്ന് കാണിക്കരുത്. എൻ്റെ യശോദയെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഞങ്ങളെ എത്ര പാത്ര പൊട്ടിച്ചതെന്നറിയോ? പീഠനിഷണ്ണ ബാലകകളെ തിഷ്ഠൻസ ഗോപാലക. ഞങ്ങൾ നോക്കി നിൽക്കുമ്പോഴേ എൻ്റെ യശോദയെ അവൻ വന്ന് ഒരു പീഠം കൊണ്ടുവന്ന് ഉറി കെട്ടി തൂക്കി എൻ്റെ അടിയിലിട്ടു. ഞങ്ങൾ കാത്തു നിൽക്കുക. അതിൻ്റെ മുകളിൽ അവൻ കയറി. എന്നിട്ട് നോക്കുമ്പോൾ ഇത്രയില്ല. ഒരു ഗോപാലനോടാകുമ്പോൾ കയറാൻ പറഞ്ഞു. ഗോപാലൻ്റെ മുകളിലെ പീഠത്തുമ്മ മുട്ടുകുത്തിയുന്ന ഗോപാലൻ്റെ മുകളിൽ ഉണ്ണി പൊത്തിപ്പിടിച്ച് കയറി. ഞങ്ങൾ നോക്കി നിൽക്കുക. യശോദേ പീഠനിഷണ്ണ ബാലകകളെ തിഷ്ഠൻസ ഗോപാലക. അപ്പം ഞങ്ങളൊരു വിദ്യ ചെയ്യുന്നുണ്ട്. കൃഷ്ണൻ വന്ന് ഉറി തൊട്ടാ അറിയാൻ വേണ്ടി മണി കെട്ടി തൂക്കിയുണ്ട്. കൃഷ്ണൻ പറഞ്ഞു ഇത്രേ ഗോപന്മാരോട്, ഞാൻ ഉറിയുമ്മ തൊടാൻ പോകണു, പക്ഷെ ആകുമ്പോൾ ഒരു മണിയുണ്ട്, അതടിക്കും. അപ്പം അതിൻ്റെ ശബ്ദം കേൾക്കാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഗോപന്മാർ പറഞ്ഞു എന്താ ചെയ്യുക, മണിയുമ്മ തൊടണ്ട. അതല്ല, മണിയുമ്മ തൊടണം. ഇല്ലെങ്കിൽ നമ്മൾ കരം പൊട്ടുമ്പോഴും മണിയുടെ ശബ്ദം കേൾക്കില്ലേ? അപ്പം ആദ്യം എന്ത് വേണം നോക്കിക്കോളൂ. ഭഗവാൻ പോയിട്ട് മണിയുടെ നാവുമ്മൽ കയറിയിട്ട് പിടിച്ചു. മണിയുടെ നാവുമ്മ പിടിച്ചാൽ പിന്നെ മണി ശബ്ദിക്കുമോ? ഒരു കൈ കൊണ്ട് മണിയുടെ നാവുമ്മ പിടിച്ച് മറ്റേ കൈ കൊണ്ട് ഗോപാലൻ കൊടുത്ത വടി കൊണ്ട് ഒരൊറ്റ കുത്ത കുടത്തിൻ്റെ നിറഞ്ഞു നിൽക്കണ പാലിൻ്റെയും തൈരിൻ്റെയും വെണ്ണയുടെയും കുടമൊക്കെ ഓരോ കുത്തു കൊണ്ടാൽ പൊട്ടിങ്ങോട്ട് താഴെ വീഴില്ലേ? മണി ഇളകൂല്ലോ. മണി ഭഗവാന്റെ കയ്യിലല്ലേ? ആലോചിച്ച് നോക്കൂ. യന്ത്രസ്ഥിത ദുഗ്ധഭാണ്ഡ വിവരേണ. ഇതൊക്കെയാണ് യശോദേ കൃഷ്ണൻ്റെ സൂത്രം. അത് കഴിഞ്ഞപ്പോൾ എന്താ, തന്നെ പാലും വെണ്ണയൊക്കെ താഴത്തേക്ക് വീണുകൊണ്ടിരിക്കുക. അവൻ ആ മണിയുടെ നാവ് വിട്ടു. എന്നിട്ട് കൈകൊണ്ട് പാല് കുടിക്കുക. കൈയിൻ്റെ മുട്ടിക്കൂടെ പാലൊളകുമ്പോൾ അവിടെ രണ്ട് ഗോപന്മാർ നിന്ന് ആ പാല് കുടിക്കുക. വെണ്ണയുടെ പാത്രം കുത്തി പൊട്ടിച്ചപ്പോൾ അതും കഴിക്കുക. എൻ്റെ യശോദ ഇത് നോക്കി നിൽക്കാൻ തോന്നുന്നുള്ള സത്യങ്ങൾ പറയാലോ. ഭക്ഷൻ മുഞ്ചൻ ക്വചിത സമയേ ക്രോശസഞ്ജാതഹാസ സ്തേയം സ്വാദ്വതി. ഞങ്ങൾ വെണ്ണയോ പാലോ വേണോ കഴിച്ചോളൂ കൃഷ്ണ എന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ട എന്ന് പറയും. ഇപ്പം എന്താണെന്നോ ഞങ്ങൾക്ക് മനസ്സിലായത്, കട്ടു തിന്നലാണ് എൻ്റെ യശോദയെ നിൻ്റെ ഉണ്ണിക്കൊരു സ്വഭാവം. എന്താ അപ്പം അത് ചെയ്യുക? ഞങ്ങളിതേ എന്നുള്ള സത്യങ്ങൾ പറയാലോ, സന്തോഷം കൊണ്ട് പറയണതാണ്. നിൻ്റെ ഉണ്ണിയുടെ കുസൃതി ഇത്രയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞതാ. അവനെ ശിക്ഷിക്കൊന്നും അരുതേ, എന്നാൽ ഞങ്ങളുടെ വീട്ടിലേക്ക് വരാണ്ടായാൽ ഞങ്ങൾക്ക് വിഷമാവും. ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ ഭാഗവതം ചോദിക്കണു അല്ലെങ്കിൽ വില്വമംഗലം ചോദിക്കണു നമ്മളോട്, മറക്കാൻ പറ്റുമോ ആ സ്വരൂപം? മേലൊക്കെ വെണ്ണയും തേച്ച് ഒരിക്കൽ ആയിത്രേ ഒരു ഗോപി ഇരുന്ന തൈര് കലക്കുക. വെണ്ണ കൂടുന്ന ശബ്ദമായപ്പോഴേക്കും ഭഗവാൻ ഓടി വന്നു. പിന്നെ കൂടെ നോക്കി, ഏകദേശം വെണ്ണ കൂടിയിട്ടുണ്ട്. ഒരൊറ്റ ഊത്ത് വിളക്കങ്ങോട്ട് കേട്ടു. യശോദയെ എന്താ വിളക്ക് കെട്ടണമെന്ന് വിചാരിച്ച് ഞാൻ അവിടുന്ന് എണീറ്റ് വിളക്ക് കൊടുത്താൻ പോയപ്പോഴേക്കും ഉണ്ണി വെണ്ണക്കലത്തിലെ വെണ്ണ മുഴുവൻ എടുത്തു. ഞാൻ വിളക്ക് കൊടുത്തി വന്നപ്പോൾ മേത്തൊക്കെ വെണ്ണയും വെച്ച് തേച്ച് നിൽക്കണു നിൻ്റെ വികൃതി കൂട്ടാൻ. എങ്ങനെയാ യശോദയെ വിളക്ക് താഴെ വെച്ച് അവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു ഞാൻ. അല്ലാണ്ട് എന്താ ചെയ്യുക? എന്നോട് ചോദിക്കുക, ഞാൻ എന്തിനാ വെണ്ണക്കലത്ത് കൈയിട്ടതെന്നറിയോ? എന്തിനാ? മാതക്കഞ്ചന വത്സകം മൃഗയുതും. എൻ്റെ വീട്ടിൽ പൈക്കുട്ടിയെ കാണാനില്ല, അതിനെ ഉണ്ടോയെന്ന് നോക്കിയതാ ഞാൻ വെണ്ണക്കലത്തിൽ. യശോദയെ ചിരി വരാതിരിക്കും. ഞാൻ ചോദിച്ചു എന്നിട്ടോ കിട്ടിയോ? കിട്ടിയില്ല, കയ്യുമൊക്കെ വെണ്ണയായി. ഇത് ഞാൻ തിന്നോട്ടെ. നോക്കൂ യശോദ അവൻ്റെ സൂത്രം. എങ്ങനെയാ യശോദയെ ചുണ്ടിയെടുക്കാൻ പറ്റുക? ചുണ്ടിയെടുക്കണമെന്ന് വിചാരിച്ചു വന്നാലും അവൻ ചിരിപ്പിക്കും. ക്രോശസഞ്ജാതഹാസ സ്തേയം സ്വാദ്വത്തി. കട്ടുതിന്നൽ സ്വഭാവമായ നിൻ്റെ കള്ളകൃഷ്ണന് അതായിക്കോട്ടെ എന്ന് വിചാരിക്കുകയെ നമുക്ക് നിവൃത്തിയുള്ളൂ. അപ്പോൾ ഇങ്ങനെ വികൃതികൾ കാണിക്കുന്ന സ്വരൂപവും ഭാവങ്ങളും ഹാവഹാവാദികളും ഒക്കെ വർണ്ണിക്കുമ്പോൾ മനസ്സ് വേറൊരു കിളിക്ക് പോവോ? സ്ഥിതം പ്രചന്തം ആസീനം ശയാനം വാ ഗുഹാശയം. വില പൂന്താനം പറയണില്ലേ, ഏട്ടനെ പിടിച്ച് കിടത്തി മേത്ത് കയറി കിടക്കുക. അമ്മയെ ഓടി വരുമോ? അനന്തശയനം വേണമെങ്കിൽ കണ്ടോളൂ. അനന്തശയനം കാണിച്ചു കൊടുക്കത്തെ ശയാനം വാ. അപ്പോൾ ഇങ്ങനെയുള്ള കുസൃതികളിൽ കൂടെ ഉണ്ണിയെ ഓർത്താൽ തീർച്ചയായിട്ടും ആ കുസൃതികളിൽ മനസ്സ് ഏകാഗ്രമാവും. അവൻ ചെയ്ത വികൃതികൾ, അവൻ ചെയ്ത ഭാവഭാവങ്ങൾ. ഞാനേ രാമേട്ടൻ്റെ അനിയനാ, എന്നെ പിടിച്ചാണ്ടല്ലോ രാമേട്ടനെ കൊണ്ട് ഞാൻ അടിപ്പിക്കും.
കസ്ത്വം ബാലബലാനുജക്തിമിഹതേ മന്മന്ദിരാശങ്കയാ വ്യക്തം തന്നവനീത ഭണ്ഡവിവരേ ഹസ്തം കിമർത്ഥം ന്യസേ മാതക്കഞ്ചന വത്സകം മൃഗയിതും മാഗാവിഷാദം ക്ഷണാദിത്യേവം വരവല്ലവീ പ്രതിവച. ചോദിച്ചതിന് അപ്പ ഉത്തരം ഉണ്ടാവും. ഇതൊക്കെ എന്തിനാ? അമ്മയുടെ കഥകളായിട്ട്, യശോദമ്മയുടെ ഉണ്ണിയുടെ വികൃതി കഥകളായിട്ട് കപിലവാസുദേവൻ സ്വന്തം അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തത്. മകൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ ആ അമ്മയും തൻ്റെ ഹൃദയത്തിൽ കപിലവാസുദേവൻ ഇത്തരം വികൃതികളൊന്നും കാണിച്ച ആളല്ലെങ്കിലും വൃന്ദാവനത്തിലെ അതേ ഉണ്ണി തന്നെയാണ് കപിലതനുരിതി. ഹേ ഗുരുവായൂരപ്പ ത്വം ദേവഹൂത്യൈ യഗാദീഹി. അപ്പം എല്ലാ അമ്മമാരെയും ദേവഹൂതിമാരാക്കിക്കൊണ്ട് അമ്മയെ ഇവിടെ അംബ എന്നുണ്ട്, പാഠഭേദം അനുസരിച്ച് അംഗ എന്നുണ്ട്. അപ്പം അംബ എന്നാവുമ്പോൾ അമ്മയെന്ന് വിളിച്ച് ഭഗവാൻ പറയുമ്പോൾ, കപിലവാസുദേവൻ പറയുമ്പോൾ ദേവഹൂതിക്ക് അത് എത്രമാത്രം ഹൃദയത്തിൽ സ്പർശിക്കും. മകൻ്റെ വാക്കുകൾ കേട്ട് അമ്മ കൃതാർത്ഥതയോടെ പല പല ചോദ്യങ്ങളും പിന്നെ ചോദിച്ചു. അതിൽ പ്രധാനമാണ് സാധാരണ ജീവൻ്റെ ഗതി. പ്രേമഭക്തിയോടെ ഭഗവാനെ ഓർത്തുകൊണ്ടിരിക്കുന്ന ഭക്തന് കിട്ടുന്ന നില ബാക്കിയുള്ള സാഖ്യയോഗാദികളോ ശാസ്ത്രങ്ങളോ പഠിക്കണവന് കിട്ടിക്കോളണം എന്നില്ല. അതുകൊണ്ടും നേടിയ ആളുകളുണ്ടാവാം. അപ്പോൾ പ്രേമഭക്തിയുടെ പ്രാധാന്യം ഭഗവാൻ പറഞ്ഞു. ലക്ഷണം ഭക്തി യോഗസ്യ. അത് ഇല്ലാത്ത ആളുകളുടെ മുരടത്തം അതും ചിത്രീകരിച്ചു. കാലഗതി, ജീവഗതി എന്നും പറഞ്ഞാണ് ഭഗവതുന്മുഖമായ പ്രേമഭാവം ഇല്ലാത്തവർക്ക് പ്രകൃതിയിലെ ഓരോന്നിനെയും പ്രേമിച്ച് സ്വയം കഷ്ടപ്പെടുക. ഇപ്പം യാഗത്തിനോട് കമ്പുള്ളവൻ അത് ചെയ്തുകൊണ്ടിരിക്കണം. നാളെ ഇപ്പോൾ അത് കേൾക്കാം, പ്രാചീന ബഹിസിൻ്റെ കഥ. വേറെ ചിലർക്ക് ചിത്രം വരയ്ക്കലോടാണ് കമ്പം, ആയിക്കോട്ടെ. ചിലർക്ക് മരം വെട്ടിക്കൊണ്ടുവരിക, ഓരോ തരം മരം, അതിനോടാവും കമ്പം. ചിലർക്ക് പാറകളെ പറ്റി പഠിക്കുക, മണലിനെ പറ്റി പഠിക്കുക, വെള്ളത്തിനെ പറ്റി പഠിക്കുക, ആകാശത്തിനെ പറ്റി പഠിക്കുക, എപ്പോഴും ഓരോന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുക. ഇങ്ങനെ പലതും ഉണ്ടാവാം. ഇവരൊക്കെ പ്രേമഭാവത്തെ മറന്നാൽ വെറും കാലത്തിൻ്റെ പിന്നാലെ ഓടുന്ന ആളുകളാവും. അവർക്ക് ഭൂമിയിലും വേണ്ട പോലെ കൃതാർത്ഥതയില്ല. അവർ യാഗാദികൾ ചെയ്ത് സ്വർഗലോകം വരെ ചെല്ലും. ചിലപ്പോൾ സ്വർഗലോകത്തിൽ എന്നാലോ അവിടെയും പിടുത്തമില്ല, ഇഷ്ടപ്പെടില്ല, അവിടുന്ന് പോരും. ഭൂമിയിലെ സകല അപകടങ്ങളിലും ചെന്ന് ചാടും. അവസാനം അപകടം പിടിച്ച് ചത്ത നരകത്തിൽ ചെല്ലും. ചെയ്ത പാപങ്ങളുടെ മുഴുവനും ദുരന്താനുഭവങ്ങൾ അവിടെ വേണ്ടി വരും. അപ്പം നരകത്തിൽ പോയിട്ട് തിരിച്ചു വന്നാലും, സ്വർഗത്തിൽ യാഗാദികൾ ചെയ്ത് പോയിട്ട് തിരിച്ചു വന്നാലും, ഭൂമിയിൽ പുനരഭിജനനം മരണം പുനരഭിജനനി ജഠരേശയനം എന്നുള്ള ഈ കാലചക്ര തിരിച്ചിലിന് ഒരു മാറ്റവും വരുന്നില്ല. അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്ന് ജീവൻ ഭഗവാനെ സ്തുതിക്കണത് ഇവിടെ ചിത്രീകരിക്കണം. പരീക്ഷത്തിന് അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ ഭഗവത് ദർശനം ഉണ്ടായി എന്ന് പരീക്ഷത്ത് ഇനി പറയും. അപ്പം നമുക്കൊക്കെ അമ്മയുടെ ഗർഭപാത്രത്തിൽ സ്തുതിച്ചിരുന്നവരാണ് നമ്മളെന്ന് ഓർമ്മയുണ്ടോ? ഇല്ല. അതിവിടെ ഓർമ്മിപ്പിക്കുന്നു. അമ്മയ്ക്ക് കൃതാർത്ഥതയുണ്ടാക്കിയതുപോലെ ഭാഗവതം ഇവിടെ കപിലോപദേശം കേൾക്കുന്ന നമുക്കൊക്കെ ഈ കൃതാർത്ഥത ഈ ചിത്രീകരണം കൊണ്ട് ഉണ്ടാക്കാം. നമ്മളൊക്കെ ഭഗവാനെ സ്തുതിച്ചിട്ടുണ്ട്. അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ കപിലവാസുദേവൻ നുണ പറയുകയല്ല, അമ്മയ്ക്ക് പൂർണ്ണബോധ്യം കൊടുക്കുകയാണ്. ദേവകീ വസുദേവന്മാർക്കത് ബോധ്യമായതാണ്, യശോദാനന്ദന്മാർക്കത് ബോധ്യമായതാണ്. അപ്പം നമുക്കും അത് ബോധ്യപ്പെടണം. ഞാൻ ഭഗവാനെ കണ്ടു, ഞാൻ അവിടുത്തെ സ്തുതിച്ചു, പക്ഷേ പുറത്തേക്ക് വന്നപ്പോൾ വിപരീതാം ഗതിങ്കത. എന്താ ചെയ്യുക? നമുക്ക് ആർക്കും ഓർമ്മയില്ല അമ്മയുടെ ഗർഭപാത്രത്തിൽ സ്തുതിച്ചവനാണ് ഞാൻ എന്ന്. അപ്പം പുറത്തേക്ക് വരുമ്പോൾ അതൊക്കെ മറക്കണു. അത് ഭാഗവതം ഓർമ്മിപ്പിച്ചു. അതുകൊണ്ട് മറക്കരുത്. ഭഗവാനെ ഗർഭത്തിൽ വെച്ച് സ്തുതിച്ച് ഇത്തരത്തിലുള്ള സജ്ജനങ്ങളുടെ നടുവിൽ വെച്ച് സജ്ജന സംസർഗം കൊണ്ട് ഭാഗവതം വായിക്കാറായി, കേൾക്കാറായി, എല്ലാ ഇന്ദ്രിയങ്ങളും ഭഗവതുന്മുഖമായി കൃതാർത്ഥരായവരാണ് നമ്മൾ എന്ന നിലയ്ക്ക് നമ്മളെ എത്തിക്കുകയാണ് ഭാഗവതത്തിലെ കപിലോപദേശം. അമ്മ ഉണ്ണിയുടെ ഉപദേശം കേട്ട് ഉണ്ണി പറഞ്ഞതുപോലെ ഉണ്ണിയെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചു.
ഉണ്ണി അവിടുന്ന് എണീറ്റു, അമ്മയെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചു, തലയിൽ കൈവച്ച് അങ്ങൾ അനുഗ്രഹിച്ചു. ഉണ്ണിയെ നോക്കി കണ്ണടച്ചു. അമ്മ ഇനി കണ്ണ് തുറക്കണ്ട. ഉണ്ണി അവിടുന്ന് അങ്ങനെ യാത്രയായി. ധർമ്മ സാക്ഷാൽ വിതുരനോട് മൈത്രേയൻ പറയണു, അങ്ങനെ കർദമൻ്റെ പത്നിയായ ദേവഹൂതി ഭഗവാന്റെ പാദത്തിൽ അലിഞ്ഞ് ചേർന്നു. ബിന്ദുസരസ്സുണ്ട് എന്ന് പറഞ്ഞല്ലോ കുറേ മുമ്പേ. ആ ബിന്ദുസരസ്സിലേക്ക് ഒരു തുള്ളിയായിട്ട് ദേവഹൂതി ദേവിയും അലിഞ്ഞു ചേർന്നു. നമുക്കും ഭാഗവതത്തിൻ്റെ ഈ സരസ്സിലേക്ക് ഒരു ബിന്ദുവായിട്ട് അലിഞ്ഞു ചേരാൻ സജ്ജനങ്ങൾ നമ്മളെയും അനുവദിച്ചിരിക്കുന്നു എന്ന കൃതാർത്ഥതയോടെ ഇപ്പം നിർത്താം. നാളെ നമുക്ക് ഭഗവാന്റെ ചതുർത്ഥസ്കന്ധത്തിലെ കഥകൾ ഉൾപ്പെടെ എല്ലാം കേൾക്കാം. ആദ്യം നരനാരായണാവതാരം, പിന്നീട് ദക്ഷയാഗം, പിന്നീട് ധ്രുവചരിത്രം, പിന്നെ അങ്കൻ്റെയും വേനൻ്റെയും കഥ, പിന്നെ പൃഥുചരിത്രം, തുടർന്ന് പുരഞ്ജനോപാഖ്യാനം, പിന്നെ പ്രചേതസ്സുക്കളുടെ കഥ, പിന്നെയാണ് പഞ്ചമസ്കന്ധം ഭദ്രകാളിയുടെ ചരിത്രമൊക്കെ ആവുക. എല്ലാം ഭഗവാൻ സജ്ജനങ്ങളോടുകൂടെ വന്ന് വേണ്ട വിധത്തിൽ നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോവിന്ദനാമ സങ്കീർത്തനം.